എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2026 ജനുവരി മാസത്തെ PSC ബുള്ളറ്റിന്റെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. 2026 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ്, PSC ബുള്ളറ്റിന്റെ കറണ്ട് അഫയേഴ്സ്. ഫസ്റ്റ് തന്നെ നോക്കാം നമുക്ക് പത്മ അവാർഡ്സ് 2026 പത്മ അവാർഡ്സ് നോക്കാം. ആദ്യം തന്നെ പത്മവിഭൂഷൺ, രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ 5 പേർക്കാണ് ലഭിച്ചത്. അതിൽ 3 മലയാളികൾ ഉണ്ട്. 5 പേരിൽ 3 പേരും മലയാളികളാണ്. ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ എന്നിവർ മലയാളികളാണ്. അപ്പൊ ആർക്കൊക്കെയാണ് പത്മവിഭൂഷൺ ലഭിച്ചത്? VS അച്യുതാനന്ദൻ, ധർമ്മേന്ദ്ര, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജം. പഠിച്ചു വെക്കണം. 2026 പത്മവിഭൂഷൺ പുരസ്കാരം 5 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? VS അച്യുതാനന്ദൻ, ധർമ്മേന്ദ്ര, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജം. അടുത്ത പോയിന്റ് നോക്കാം. പത്മഭൂഷൺ പുരസ്കാരം 13 പേർക്കാണ് ലഭിച്ചത്. ആ 13 പേരിൽ 2 പേര് മലയാളികളാണ്. ആരൊക്കെയാണ് മലയാളികൾ? മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. അപ്പൊ അതുപോലെ തന്നെ പത്മഭൂഷൺ പുരസ്കാരം 13 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, വിജയ് അമൃതരാജ്, VK മൽഹോത്ര, ഷിബു സോറൻ, അൽക്ക യാഗ്നിക്, ഭഗത് സിംഗ് കോഷിയാരി, കല്ലിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, നോറി ദത്തേന്ദ്ര യുഡു, പീയൂഷ് പാണ്ഡെ, SM കാമിലാനന്ദൻ, ശിവവാദിൻ R ഗണേഷ്, ഉദയ് കോട്ടക് എന്നിവർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത് കേട്ടോ. ടോട്ടൽ 13 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. അതിലെ മെയിൻ മലയാളികളായിട്ട് വരുന്നത് മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനുമാണ്. അതുപോലെ തന്നെ പത്മശ്രീ പുരസ്കാരം 113 പേർക്കാണ്. കണക്ട് ചെയ്തോണേ. പത്മഭൂഷൺ 13 പേർക്കും പത്മശ്രീ 113 പേർക്കും. ആർക്കൊക്കെയാണ് പത്മശ്രീ ലഭിച്ച പ്രമുഖരാരൊക്കെയാണ് നമുക്ക് നോക്കാം. രോഹിത് ശർമ്മ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ താരമാണ്, പ്രമുഖ താരമാണ് രോഹിത് ശർമ്മ. അതുപോലെ തന്നെ ഹർമൻപ്രീത് കൗറും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. അതുപോലെ തന്നെ സവിത പൂനിയ, പ്രവീൺ കുമാർ, K പളനിവേൽ, MAE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകിയമ്മ, ബൽദേവ് സിംഗ്, K രാമസ്വാമി, പ്രദീപ് ശർമ്മ, ഹരിചരൺ സൈക്കിയ ഉൾപ്പെടെ 113 പേർക്കാണ് ലഭിച്ചത്. അപ്പോൾ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്നുള്ളത്. 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരൊക്കെയാണ്? കലാമണ്ഡലം വിമല മേനോനും കൊല്ലക്കൽ ദേവകിയമ്മയും. കലാമണ്ഡലം വിമല മേനോനും കൊല്ലക്കൽ ദേവകിയമ്മയുമാണ് 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കണം. പത്മവിഭൂഷൺ 5 പേർക്കും പത്മഭൂഷൺ 13 പേർക്കും പത്മശ്രീ 113 പേർക്കുമാണ് ലഭിച്ചത്. ഇനി അടുത്ത പോയിന്റ്സ് നോക്കാം. 2026 അശോക ചക്ര പുരസ്കാരം ലഭിച്ചത് ശുഭാംശു ശുക്ലക്കാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 2026 അശോക ചക്ര പുരസ്കാരം ലഭിച്ചത് ശുഭാംശു ശുക്ലക്കാണ്. 2026 കീർത്തി ചക്ര പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ശൗര്യ ചക്ര പുരസ്കാരം 3 പേർക്ക് ലഭിച്ചു. ആർക്കൊക്കെയാണ്? ലഫ്റ്റനന്റ് കമാൻഡർ K ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ, അസിസ്റ്റന്റ് കമാൻഡന്റ് വിപിൻ വിൽസൺ കേട്ടോ. അപ്പൊ ഇത്രയും പേർക്കാണ് ലഭിച്ചത്. ഒന്നുകൂടെ പറയാം. 2026 അശോക ചക്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശുഭാംശു ശുക്ലക്കാണ്. 2026 കീർത്തി ചക്ര പുരസ്കാരം ലഭിച്ചത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കാണ്. 2026 ശൗര്യ ചക്ര പുരസ്കാരം ലഭിച്ചവരാരൊക്കെയാണ്? ലഫ്റ്റനന്റ് കമാൻഡർ K ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ, അസിസ്റ്റന്റ് കമാൻഡന്റ് വിപിൻ വിൽസൺ. അടുത്ത പോയിന്റ് നോക്കാം. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന് കിരീടം കേട്ടോ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിനാണ് കിരീടം കേട്ടോ. 64ാമത് സ്കൂൾ കലോത്സവം നടന്ന വേദി തൃശ്ശൂർ വെച്ചാണ് നടന്നതെങ്കിലും 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയി ആരാന്ന് ചോദിച്ചാൽ പറയണം. ജേതാക്കൾ ആരാണ്? കണ്ണൂരാണ്. അടുത്ത പോയിന്റ്. സിംബാബ്വേയും നമീബിയയും സംയുക്തമായാണ് 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം. 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടേക്കാന്ന് ചോദിക്കാം. എവിടേക്കാണ്? സിംബാബ്വേയും നമീബിയയും സംയുക്തമായിട്ടാണ് വഹിക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ പറയാം. സിംബാബ്വേയും നമീബിയയും സംയുക്തമായാണ് 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത്.
PT ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമിയുടെ പ്രസിഡന്റായി നിയമിതയായി. PT ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായിട്ട് നിയമിതയായി. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയും ആദ്യ മലയാളിയും കൂടിയാണ് PT ഉഷ കേട്ടോ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തി പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ച മലയാളി ആരാണ്? കാമ്യ കാർത്തികേയനാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ച മലയാളി ആരാണ്? കാമ്യ കാർത്തികേയൻ. അവരുടെ ഫോട്ടോയാണ് ഇത് കൊടുത്തേക്കുന്നത്. അടുത്ത പോയിന്റ്, ലോക റാപ്പിഡ് ചെസ് കിരീടവും ലോക ബ്ലിറ്റ്സ് കിരീടവും നേടി നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തിടെ ലോക റാപ്പിഡ് ചെസ് കിരീടവും ലോക ബ്ലിറ്റ്സ് കിരീടവും നേടിയത് ആരാണ് ചോദിക്കുക. ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. അദ്ദേഹം നോർവേക്കാരനാണ് കേട്ടോ. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ്സിൽ മലയാളിയായ നിഹാൽ സരിന് ചാമ്പ്യൻ പട്ടം. ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ്സിൽ മലയാളിയായിട്ടുള്ള നിഹാൽ സരിന് ചാമ്പ്യൻ പട്ടം. അടുത്ത പോയിന്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസ് എടുത്ത താരമെന്ന നേട്ടം സ്വന്തമാക്കി വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് കോഹ്ലി തകർത്തത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ രണ്ടാമത്തെ റൺവേട്ടക്കാരനായും കോഹ്ലി മാറി. ശ്രീലങ്കയുടെ കുമാർ സംഘക്കാരെയാണ് 28,000 ആണ് മറികടന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസ് എടുത്ത താരം എന്ന നേട്ടം സ്വന്തമാക്കിയ താരം ആരാണെന്ന് ചോദിക്കാം. ആരാണ്? വിരാട് കോഹ്ലിയാണ് കേട്ടോ. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടിയതിന്റെ റെക്കോർഡ് കരസ്ഥമാക്കിയ താരം രോഹിത് ശർമ്മയാണ് കേട്ടോ. 650 6 ആണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. പഠിച്ചു വെക്കണേ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടിയതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയ താരമാരാണ്? രോഹിത് ശർമ്മയാണ്. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് കിരീടം വിദർഭയ്ക്കാണ്. ആർക്കാണ്? വിദർഭയ്ക്കാണ്. മുംബൈ മാരത്തണിൽ പുരുഷ വനിതാ കിരീടങ്ങൾ എത്യോപ്യൻ താരങ്ങളാണ് സ്വന്തമാക്കിയത്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ സെനഗൽ ചാമ്പ്യന്മാർ. ഫുട്ബോളിലെ ജേതാക്കളാരാണ്? സെനഗലാണ് കേട്ടോ. ചാമ്പ്യന്മാരായിട്ട് സെനഗലാണ്. ഫൈനലിൽ മൊറോക്കോയെ 1-0 പരാജയപ്പെടുത്തിയാണ് സെനഗൽ ചാമ്പ്യന്മാരായത്. അന്താരാഷ്ട്ര T20 മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരമായി ഭൂട്ടാന്റെ യോനം യാഷി കേട്ടോ. പഠിച്ചു വെക്കണേ. അന്താരാഷ്ട്ര T20 മത്സരത്തിൽ ആദ്യമായിട്ട് ഒരു മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരമായിട്ട് മാറിയതാരാണ്? ഭൂട്ടാന്റെ യോനം യഷിയാണ്. അയൺ ബട്ടർഫ്ലൈ എന്ന വിളിപ്പേരുള്ള മുൻ ലോക 1-ാം നമ്പർ ഇന്ത്യൻ ബാഡ്മിന്റൺ ഇതിഹാസം സൈന നെഹ്വാൾ വിരമിക്കൽ പ്രഖ്യാപിച്ചു കേട്ടോ. അപ്പൊ അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച അയൺ ബട്ടർഫ്ലൈ എന്ന വിളിപ്പേരുള്ള മുൻ ലോക 1-ാം നമ്പർ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണെന്ന് ചോദിക്കാം. ആരാണ്? സൈന നെഹ്വാളാണ് കേട്ടോ. അടുത്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ അതിനകത്ത് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആയിരിക്കും ക്ലാസ്സസ് വരുന്നത്. 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആണ് വരുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിന്റെ എല്ലാം PDF നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ റിവിഷൻ ബേസ്ഡ് ക്ലാസ്സസ് വരെയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ വരുന്നുള്ളൂ. 6 മാസത്തെ വാലിഡിറ്റി ആയിരിക്കും ഒരു കോഴ്സിന് വരുന്നത്. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. എന്നോട് പറയാം, 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ അത് എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സുകൾ വരുന്നതാണ്. അതുപോലെ തന്നെ PDF നോട്ട്സ് ഒക്കെ നമ്മൾ അതിനകത്ത് അവൈലബിൾ ആക്കുന്നതാണ്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ക്ലാസ് ഒക്കെയാണ്. വെറും നിങ്ങളൊരു ബിരിയാണി മേടിച്ച് കളയുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ. 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. അടുത്ത 6 മാസത്തേക്ക് കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരാം. ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ 20ഉം 10ഉം മാർക്കുകളൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് മാക്സിമം നിങ്ങൾക്ക് പക്കയാക്കി തരാം. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ. അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് പ്രൊസൺ ഓഫീസറിനൊക്കെ തയ്യാറെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അസിസ്റ്റന്റ് പ്രൊസൺ ഓഫീസറിന്റെ ക്രാഷ് കോഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അതിൽ ഹോട്ട് ടോപ്പിക്സ്, സ്പെഷ്യൽ ടോപ്പിക്സ്, കറണ്ട് അഫയേഴ്സ്, അതായത് ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള GK പാർട്ടിലെ എല്ലാ ടോപ്പിക്സും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സും കറണ്ട് അഫയേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും റെക്കോർഡ് ക്ലാസ് ആണ് വരുന്നത്. PDF നോട്ട്സ് ആണ്, SCRT ബേസ്ഡ് ക്ലാസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ PYQ ഡിസ്കഷൻസും വരുന്നുണ്ട്. അതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 600 രൂപയാണ് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. അസിസ്റ്റന്റ് പ്രൊസൺ ഓഫീസറിന്റെ ക്രാഷ് കോഴ്സ്. അതും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം.
KSRTC-യുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ നടൻ ആരാണ്? മോഹൻലാൽ ആണ് കേട്ടോ. KSRTC-യുടെ ഗുഡ്വിൽ അംബാസിഡറായി നടൻ മോഹൻലാൽ നിയമിതനായി. പരീക്ഷയ്ക്ക് ചോദിക്കാം. രാകേഷ് അഗർവാൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവിയായി നിയമിതനായി കേട്ടോ. അതായത് NIA-യുടെ കേട്ടോ, നാഷണൽ ഇന്റലിജൻസ് അതോറിറ്റിയാണ് NIA എന്ന് പറയുന്നത്. അഥവാ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. രാകേഷ് അഗർവാൾ ആണ്. ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. രാകേഷ് അഗർവാൾ ആണ്. അടുത്ത പോയിന്റ്, ദിന പൗവൽ മാക്കോർമിക്ക് മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതയായി. പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്തിടെ മെറ്റയുടെ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതയായത് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? ദിന പൗവൽ ആണ് കേട്ടോ. ദിന പൗവൽ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ആധാറിന്റെ ഭാഗ്യചിഹ്നമാണ് ഉദയ് കേട്ടോ. ഉദയ്. തൃശൂർ ജില്ലക്കാരനായ അരുൺ ഗോകുലാണ് ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത് കേട്ടോ. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കുക ഇനി വരുന്ന പരീക്ഷകളിൽ. പഠിച്ചു വെക്കണം. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അവതരിപ്പിച്ച ആധാറിന്റെ പുതിയ ഭാഗ്യചിഹ്നം എന്താണ്? ഉദയ് ആണ് ആധാറിന്റെ പുതിയ ഭാഗ്യചിഹ്നം. ആ ഉദയ് എന്ന് പറഞ്ഞ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത് നമ്മുടെ തൃശൂർ ജില്ലക്കാരനായ അരുൺ ഗോകുലാണ് ഈ ഒരു ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത്. അടുത്ത പോയിന്റ്, മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ പുതിയ ചാന്ദ്രദൗത്യമായ ആർട്ടിമസ് 2 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ചേക്കും. പരീക്ഷയ്ക്ക് നമ്മളോട് ഇങ്ങനെ വേണം ചോദിക്കാം. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ പുതിയ ചാന്ദ്രദൗത്യം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? ആർട്ടിമസ് 2 ആണ്. ആർട്ടിമസ് 2 ആണ് കേട്ടോ. ആർട്ടിമസ് 2 ആണ്. അതിന്റെ ഫോട്ടോയാണ് സഹിതമാണ് കൊടുത്തിട്ടിരിക്കുന്നത്. ആർട്ടിമസ് 2 ആണ്. അത് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ചേക്കും എന്നാണ് അവസാനമായിട്ട് അറിയാൻ സാധിച്ചത്. അടുത്ത പോയിന്റ്, മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് ലഭിച്ചു കേട്ടോ. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്കാണ് ലഭിച്ചത്. ഈ ഒരു JC ഡാനിയൽ പുരസ്കാരത്തിൽ 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അതുപോലെ തന്നെ അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപിള്ളയ്ക്കാണ്. നമ്മൾ പഠിച്ചതാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? KG ശങ്കരപിള്ളയ്ക്കാണ് ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ഗ്രാസ മാർഷലിനാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് മാർക്ക് പ്രതീക്ഷിക്കാം. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഗ്രാസ മാർഷൽ. ആരാണ് ഗ്രാസ മാർഷൽ? മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഗ്രാസ മാർഷൽ. അടുത്ത പോയിന്റ്, സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേം നസീർ ഫൗണ്ടേഷന്റെ പ്രേം നസീർ പുരസ്കാരം സംവിധായകൻ പ്രിയദർശന് ലഭിച്ചു കേട്ടോ. അപ്പൊ പ്രേം നസീർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? സംവിധായകനായിട്ടുള്ള പ്രിയദർശനാണ് ലഭിച്ചത്. 2026 മഹാകവി പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം OV ഉഷയുടെ പ്രിയ കവിതകൾ എന്ന കാവ്യ സമാഹാരത്തിന് ലഭിച്ചു. പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം പ്രൊഫസർ M ലീലാവതിക്ക് ലഭിച്ചു. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം പ്രദീപ് ഓർക്കാട്ടേരിയുടെ പുലരി മധുരം എന്ന കൃതിക്ക് ലഭിച്ചു. പരീക്ഷയ്ക്ക് ചോദിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു നോക്കണം. സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പ്രദീപ് ഓർക്കാട്ടേരിക്കാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ്? പുലരി മധുരം എന്ന് പറഞ്ഞ കൃതിക്കാണ് ലഭിച്ചത്. 2025 ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ്? സാഹിത്യ വിമർശകനായിട്ടുള്ള EP രാജഗോപാലന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് ലഭിച്ചത്. അപ്പൊ 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് സാഹിത്യ വിമർശകനായിട്ടുള്ള EP രാജഗോപാലാണ്. അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. സംഗീതജ്ഞൻ ആലപ്പി രംഗനാഥന്റെ സ്മരണയ്ക്കുള്ള സ്വാമി സംഗീത പുരസ്കാരം നടനും സംവിധായകനുമായിട്ടുള്ള ബാലചന്ദ്ര മേനോന് ലഭിച്ചു. അമേരിക്കൻ എവല്യൂഷണറി ബയോളജിസ്റ്റായ ഡോക്ടർ ടോബി കിയേഴ്സൺ ആണ് പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസിന് 2026 അർഹയായത് കേട്ടോ. അപ്പം പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് 2026 അർഹയായത് ആരാണ്? അമേരിക്കൻ എവല്യൂഷണറി ബയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ടോബി കിയേഴ്സൺ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി.
വളരെ ഇമ്പോർട്ടന്റ് ആണ്. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം കൊട്ടാരക്കരയിൽ സ്ഥാപിതമായി. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം കൊട്ടാരക്കരയിൽ സ്ഥാപിതമായി. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 3 ദിവസത്തെ ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്തെ വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടലാണ് പൻഗുഡി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒന്നുകൂടെ പറയാം. രാജ്യത്തെ വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടലാണ് പൻഗുഡി. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ് കേട്ടോ. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറി. പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്കായി ആശാവാൻ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജ്ജമാക്കി ഗുജറാത്ത്. പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്കായി ആശാവാൻ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജ്ജമാക്കി ഗുജറാത്ത്. കോവളമാണ് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AA ഉച്ചകോടിയുടെ വേദി. ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമയാണ് ഭ്രമയുഗം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമയാണ് ഭ്രമയുഗം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ബാരാമതിയിൽ വിമാനാപകടത്തിൽ മരണപ്പെട്ടു. മഹാരാഷ്ട്ര ആയിരുന്ന അജിത് പവാർ ബാരാമതിയിൽ വിമാനാപകടത്തിൽ മരണപ്പെട്ടു. വിഖ്യാത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകൻ ബെലേതാർ അന്തരിച്ചു. അമേരിക്കൻ പൗരാവകാശ പോരാളി ക്ലോഡറ്റ് കോൾവിൻ അന്തരിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗവുമായിരുന്ന ജസ്റ്റിസ് M. ലക്ഷ്മിക്കുട്ടി അന്തരിച്ചു. 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിതമായി യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം ജർമ്മനിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച് ജർമ്മനി. ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്ട് ആരംഭിക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവനോടെ ഉണ്ടെന്ന് കണ്ടെത്താൻ Are You Dead എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയ രാജ്യം ചൈനയാണ് കേട്ടോ. Are You Dead എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയ രാജ്യം ചൈനയാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാം പതിപ്പ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്നു. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാം പതിപ്പ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാണ് ആറളം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. PDF നോട്ട്സും എല്ലാം നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബാച്ചാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ പക്ക നിങ്ങൾക്ക് മാർക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ക്ലാസ്സുമായിട്ട് പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ടൊക്കെ ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.